അടുത്ത മാസം നടക്കാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള 4ാം സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട ബി.ജെ.പി. 9 പേരുകൾ അടങ്ങിയ പട്ടികയാണ് ബി.ജെ.പി. ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഗ്രേറ്റർ കൈലാഷിൽ നിന്നും ബാബർപൂരിൽ നിന്നും യഥാക്രമം ശിഖ റായിയെയും അനിൽ വസിഷ്ഠിനെയും മത്സരിപ്പിക്കുമെന്നാണ് ബി.ജെ.പി. അറിയിച്ചിരിക്കുന്നത്. ഇതോടെ ആകെ 70 ഡൽഹി നിയമസഭകളിലേക്കുള്ള 68 സീറ്റുകളിലും ബി.ജെ.പി. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എ.എ.പിയുടെ നിലവിലെ കരുത്തരായ മന്ത്രിമാരുടെ മണ്ഡലങ്ങൾ ഉൾപ്പെടെ 4ാം പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. എ.എ.പി. മന്ത്രിമാർക്കെതിരെ ബി.ജെ.പി. ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് രംഗത്തിറക്കിയത്. ഡൽഹി മന്ത്രിയും എ.എ.പി. നേതാവുമായ സൗരഭ് ഭരദ്വാജിനെതിരെ ശിഖ റായ് മത്സരിക്കുമ്പോൾ മറ്റൊരു മന്ത്രി കൂടിയായ ഗോപാൽ റായിക്കെതിരെ വസിഷ്ഠ കളത്തിലിറങ്ങും. ബി.ജെ.പി. 4ാം പട്ടിക പുറത്തിറക്കിയതിന് തൊട്ടു പിന്നാലെ സഖ്യകക്ഷിയായ ജെ.ഡി.യു പുരാരി മണ്ഡലത്തിൽ ശൈലേന്ദ്ര കുമാറിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. വസീർപൂരിൽ പൂനം ശർമ്മ, ഭവാനയിൽ രവീന്ദ്ര കുമാർ ഇന്ദ്രജ്, ഡൽഹി കന്റോൺമെന്റിൽ ഭൂവൻ തൻവർ, സംഘം ബീഹാറിൽ ചന്ദൻ കുമാർ ചൗധരി, ത്രിലോക്പുരിയിൽ രവികാന്ത് ഉജ്ജയിൻ, ഷഹ്ദാരയിൽ സഞ്ജയ് ഗോയൽ, ഗോക്കർപൂരിൽ പ്രവീൺ നിമേഷ് എന്നിങ്ങനെയാണ് മറ്റു മണ്ഡലങ്ങളും അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും. ഇതിൽ 3 മണ്ഡലങ്ങൾ SC വിഭാഗത്തിനു വേണ്ടി നീക്കിവെച്ച മണ്ഡലങ്ങളാണ്. ഭവാന, ത്രിലോക്പുരി, ഗോഖൽപൂർ എന്നിവയാണ് പട്ടികജാതി വിഭാഗത്തിനായി സംവരണം ചെയ്ത മണ്ഡലങ്ങൾ. 4ാം സ്ഥാനാർത്ഥി പട്ടികയിൽ ശിഖ റായിയും പൂനം ശർമ്മയും സ്ഥാനം പിടിച്ചതോടെ ബി.ജെ.പി. ഇതുവരെ 9 വനിതാ സ്ഥാനാർത്ഥികളെയാണ് ഡൽഹിയിൽ മത്സരിപ്പിക്കുന്നത്. ദീപ്തി ഇന്ദോര, ഊർമിള കൈലാഷ് ഗാംഗ്വാർ, ശ്വേത സൈനി, പ്രിയങ്ക ഗൗതം, നീലം പഹൽവാൻ, രേഖ ഗുപ്ത, കുമാരി റിങ്കു എന്നിവരാണ് മറ്റ് വനിതാ സ്ഥാനാർത്ഥികൾ. അതേസമയം 29 സ്ഥാനാർത്ഥികളുടെ പേര് ഉൾപ്പെടുന്ന പട്ടികയാണ് 2ാം സ്ഥാനാർത്ഥി പട്ടിക. രാജ്യതലസ്ഥാനത്ത് നടക്കാനിരിക്കുന്ന നിർണായക തിരഞ്ഞെടുപ്പിൽ ജയം കൊതിച്ച് പ്രമുഖരെ തന്നെയാണ് ബി.ജെ.പി. കളത്തിലിറക്കുന്നത്. കഴിഞ്ഞയാഴ്ചയാണ് ബി.ജെ.പി. അവരുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയത്. ഈ ലിസ്റ്റിൽ ന്യൂഡൽഹി അസംബ്ലി മണ്ഡലത്തിൽ എ.എ.പി. നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെതിരെ പർവേഷ് വർമ്മയെയും നിലവിലെ മുഖ്യമന്ത്രി അതിഷിക്കെതിരെ കൽക്കാജിയിൽ രമേശ് ബിധുരിയെയും കൊണ്ടുവന്നിരുന്നു. എന്നാൽ ഡൽഹിയിൽ ഇതുവരെയും ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് ചൂണ്ടിക്കാട്ടി എ.എ.പി. പ്രധാനമായും അവരെ ആക്രമിക്കുന്നതും നാം കാണാനിടയായി. ഏറ്റവും ഒടുവിൽ വിമർശനവുമായി അരവിന്ദ് കെജ്രിവാൾ രംഗത്ത് വന്നിരുന്നു. വിവാദ പ്രസ്താവനകളിലൂടെ പേരെടുത്ത രമേശ് ബിധുരിയെയാവും ബി.ജെ.പി. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കുക എന്നാണ് കെജ്രിവാൾ പറയുന്നത്. ഇത്തവണ രാജ്യതലസ്ഥാനത്തെ ഭരണം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് ബി.ജെ.പി. 2014 മുതൽ കേന്ദ്രത്തിൽ അധികാരത്തിലുണ്ടെങ്കിലും മൂക്കിന് താഴെയുള്ള ഡൽഹിയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയാത്തത് ബി.ജെ.പിക്ക് തിരിച്ചടിയാണ്. ഈ സാഹചര്യത്തിൽ ഇത്തവണ ലക്ഷ്യം ഭേദിക്കാൻ മികച്ച പ്രവർത്തനങ്ങളുമായാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി താരപ്രചാരകരെ തന്നെയാണ് അവർ കളത്തിലിറക്കുന്നത്. 40 പേരുടെ പട്ടിക കഴിഞ്ഞ ദിവസം ബി.ജെ.പി. പുറത്തുവിട്ടിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ന്യൂഡൽഹി MP ബൻസുരി സ്വരാജ് എന്നിവർ പ്രചരണത്തിന് നേതൃത്വം നൽകുമെന്നാണ് കരുതുന്നത്. ഇത്തവണ രാജ്യതലസ്ഥാനത്ത് ത്രികോണ മത്സരത്തിനാണ് സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലായി ഡൽഹിയിലെ ചിത്രത്തിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ടതിന് ശേഷം കോൺഗ്രസ് വീണ്ടും ഇവിടെ കാലുറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഡൽഹിയിലെ 27 വർഷത്തെ അധികാര വളർച്ച തകർക്കാനാണ് ബി.ജെ.പിയുടെ പോരാട്ടം. ഭരണം നിലനിർത്താൻ എ.എ.പിയും ഇറങ്ങുന്നതോടെ മത്സരം കടുക്കും.